ഇന്ന് നമുക്ക് പേപ്പർ വെച്ച് ഫ്രെയിം ഉണ്ടാക്കിയാലോ? ഈ കാണുന്ന പോലെ 1 സെന്റിമീറ്റർ വിഡ്ത്തില് 4 ലൈൻസ് ഇട്ട് കൊടുക്കണം. 4 സൈഡിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിന്റെ കോർണറുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചാർട്ട് പേപ്പർ ആണ്. കുറച്ചും കൂടെ കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രെയിം കിട്ടും. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ നിൽക്കും. കട്ടി കുറഞ്ഞ പേപ്പർ ആവും തോറും അത്ര ഭംഗിയായിട്ട് നിൽക്കില്ല, നമുക്ക് ഒട്ടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വരച്ച വരകളില്ലേ, ആ വരകളിൽ കൂടെയൊക്കെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തെളിയാത്ത പേന എടുത്ത് ഒന്നും കൂടെ 2-3 വട്ടം ഒന്ന് വരച്ചു കൊടുക്കുക ചെയ്തേ. അപ്പം നല്ല പോലെ ആ മാർക്ക് അവിടെ വീഴും. എന്നിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഒട്ടിച്ചത് നിൽക്കാനൊക്കെ ഇത്തിരി പാടാണ്. പശ വയ്ക്കുമ്പോഴും കുറച്ചധികം സമയം നമ്മൾ പിടിച്ച് നിൽക്കേണ്ടി വരും ഉണങ്ങാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചത്. ഈ കാണുന്ന പോലെ ഒന്ന് നമ്മൾ ആ വരച്ച വരകളില്ലേ, അതിൽ കൂടെയൊക്കെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എളുപ്പമാണ്. നല്ല കട്ടിയുള്ള ഐവറി ഷീറ്റ് പോലുള്ള പേപ്പറൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ ഐവറി ഷീറ്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ അതുകൊണ്ട് സാധാരണ ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഐവറി ഷീറ്റ് മേടിച്ചിട്ട് ഒരു വട്ടം കൂടെ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു ബോ പ്രിൻ്റ് എടുത്തതുണ്ടായിരുന്നു. ആ ബോ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. നവംബർ 10 രാവിലെ 10 മണി വരെയാണ് സമയം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ.